MC കമറുദ്ദീൻ MLA പ്രതിയായ നിക്ഷേപ തട്ടിപ്പ് കേസിൽ മുസ്ലിം ലീഗ് നേതൃത്വം മുന്നോട്ട് വെച്ച ഒത്തുതീർപ്പ് വ്യവസ്ഥ അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ പരാതിക്കാർ. പണം തിരിച്ചുകിട്ടാനായി നേരത്തെ രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയുടെ അനുഭവം ചൂണ്ടിക്കാട്ടിയാണ് ഇവർ തീരുമാനത്തെ എതിർക്കുന്നത്. ഫാഷൻ ഗോൾഡ് ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ ബാധ്യത പൂർണ്ണമായി കമറുദ്ദീൻ വഹിക്കണമെന്ന മുസ്ലിം ലീഗ് നേതാക്കളുടെ പ്രസ്താവന ചൂണ്ടിക്കാട്ടിയാണ് ഒത്തുതീർപ്പ് വ്യവസ്ഥയെ പരാതിക്കാർ തള്ളിപ്പറയുന്നത്. സ്ഥാപനം പൂട്ടിയതിനു ശേഷം കമറുദ്ദീൻ നൽകിയ ഉറപ്പുകളൊന്നും പാലിച്ചില്ല എന്നതാണ് ഇവരുടെ വാദം. അതുകൊണ്ടുതന്നെ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. നമ്മളെ വേറെ മെമ്പേഴ്സിനെയും ആരും ചേർത്തിട്ടില്ല. ആ 14 പേർ തന്നെയാണ് ഈ ആക്ഷൻ കമ്മിറ്റിയിൽ ഉണ്ടായത്. മനസ്സിലായോ? അവസാനം അവർക്കാണ് ഈ പയ്യന്നൂരുള്ള ബിൽഡിങ്ങും തങ്ങളെ രക്ഷപ്പെടുത്തി എന്നുള്ള നിലയ്ക്ക് അവർക്ക് എഴുതി കൊടുത്തു എന്നാണ് എൻ്റെ ആ ചെറിയ ബുദ്ധിയിൽ പോകുന്നത്. നമ്മൾ വിശ്വസിച്ച് കാശ് കൊടുത്തത് തങ്ങൾക്ക്. സ്ഥാപനം അടച്ചുപൂട്ടിയതിനെ തുടർന്ന് നിക്ഷേപകരുടെ പണം തിരിച്ചു കിട്ടുന്നതിനായി രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തികളും നിക്ഷേപകരെ ഒത്തുതീർപ്പ് വ്യവസ്ഥയിൽ നിന്ന് പിന്നോട്ടടിപ്പിക്കുന്നു. അംഗങ്ങളുടെ മാത്രം താൽപര്യം സംരക്ഷിക്കാനാണ് ആക്ഷൻ കമ്മിറ്റി ശ്രമിക്കുന്നതെന്നാണ് നിക്ഷേപകരുടെ പരാതി. കമറുദ്ദീൻ കുറച്ചു മുമ്പ് പറഞ്ഞ 4 മാസം കൊണ്ട് തീർക്കുന്നതാണ്. അത് പറഞ്ഞിട്ട് 1 മാസമായിട്ടില്ല. അത് കഴിഞ്ഞിപ്പോൾ മുസ്ലിം ലീഗ് പറയുന്ന 6 മാസമാണ്. അപ്പോൾ കമറുദ്ദീനോടുള്ള വിശ്വാസക്കുറവ് കൊണ്ടാണ് ആൾക്കാർ ഞങ്ങളൊക്കെ കേസ് കൊടുക്കാൻ വേണ്ടി പോയത്. അല്ലാണ്ട് കമറുദ്ദീൻ്റെ ഇപ്പം മുസ്ലിം ലീഗ് ഏറ്റെടുത്ത് ചെയ്യും. അല്ലെങ്കിൽ വേണ്ട, കമറുദ്ദീൻ നമുക്ക് രേഖാമൂലം എന്തെങ്കിലും ഒന്ന് തരട്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നേരിട്ട രാഷ്ട്രീയ പ്രതിസന്ധിയെ മറികടക്കാനുള്ള പൊടിക്കൈക്കപ്പുറം ജീവിത സമ്പാദ്യം നഷ്ടമായവരുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ ഇടപെടൽ വഴിവെക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. ന്യൂസ് 18 കാസർഗോഡ്. ഉപതെരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കുന്നതിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കുന്നതിലും രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം അറിയാൻ മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗം ഇന്ന്. കുട്ടനാട് ചവറ ഉപതെരഞ്ഞെടുപ്പുകൾ വേണ്ട എന്ന കാര്യത്തിൽ പ്രധാന പാർട്ടികൾക്ക് ഏകാഭിപ്രായമാണ്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ ഈ യോജിപ്പില്ല. ജോസ് കെ മാണി വിഭാഗത്തിന് 2 തെരഞ്ഞെടുപ്പ് ചിഹ്നമായി അനുവദിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിനെതിരെ PJ ജോസഫ് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ശരിയായ വസ്തുതകളും സാഹചര്യങ്ങളും പരിഗണിക്കാതെയും അധികാരപരിധി ലംഘിച്ചുള്ള ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ഹർജി തീർപ്പാക്കുന്നതുവരെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട്. 2019 ജൂൺ 16 സംസ്ഥാന സമിതി യോഗത്തിൽ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നാണ് ജോസ് കെ മാണിയുടെ വാദം. എന്നാൽ ഈ യോഗവും തെരഞ്ഞെടുപ്പും പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കില്ല എന്ന സിവിൽ കോടതി ഉത്തരവ് നിലനിൽക്കുന്നതായി ഹർജിയിൽ പറയുന്നു. ജോസ് കെ മാണി ഇടതുമുന്നണിയിൽ എത്തുന്നതോടെ ജില്ലയിൽ മുന്നേറ്റമുണ്ടാക്കാമെന്ന പ്രതീക്ഷയിലാണ് CPM കോട്ടയം ജില്ലാ നേതൃത്വം. ജോസിന്റെ വരവ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും. ജോസ് എത്തിയാൽ നൽകേണ്ട തദ്ദേശ സ്ഥാപനങ്ങളിലെ സീറ്റുകളെക്കുറിച്ച് CPMൽ ആലോചന നടന്നിട്ടുണ്ട്. ഇതുവരെ UDFന് മേധാവിത്വമുള്ള ജില്ലയായിരുന്നു കോട്ടയം. ജോസ് വന്നാൽ അത് മാറി മറിയുമെന്നതാണ് CPM ജില്ലാ നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. LDFന് സ്വാധീനമില്ലാത്ത പല മേഖലകളിലും വലിയ മുന്നേറ്റമുണ്ടാകും. അതുവഴി തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വൻ നേട്ടം കൊയ്യാം. UDF ഒന്നിച്ചു നിൽക്കാൻ മാത്രമേ അതിനെ നേരിടാൻ കഴിയുള്ളൂ. കേരള കോൺഗ്രസ് അതിനകത്തില്ലെങ്കിൽ കോൺഗ്രസ് ഞങ്ങളുടെ പിന്നിലാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗം ആ കാര്യത്തിൽ ഞങ്ങളുടെ ഇതിലൂടെ കൂടിയാൽ LDF ബഹുദൂരം മുമ്പിൽ വരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉടൻ നടക്കുമെന്നിരിക്കെ സീറ്റുകളെക്കുറിച്ചുള്ള ആലോചനകൾ CPM തുടങ്ങിക്കഴിഞ്ഞു. ക്രൈസ്തവ സ്വാധീനമുള്ള മേഖലകളിൽ ജോസിന് കൂടുതൽ സീറ്റുകൾ നൽകാനാണ് ആലോചന. KM മാണി എന്ന വികാരം വോട്ടായി മാറുമെന്നും CPM വിശ്വസിക്കുന്നു. ജില്ലാ പഞ്ചായത്തിൽ നേരത്തെ CPM കേരള കോൺഗ്രസുമായി ചേർന്ന് ഭരിച്ചിരുന്നു. ജോസിന്റെ വരവ് കോട്ടയത്തെ രാഷ്ട്രീയത്തിൽ എന്തു മാറ്റമുണ്ടാക്കുമെന്നാണ് ഇനി അറിയാനുള്ളത്. G ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. സെക്രട്ടേറിയറ്റ് തീപിടുത്തം അന്വേഷിച്ച ദുരന്ത നിവാരണ അതോറിറ്റി ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. ഫാനിൽ നിന്നും തീ പിടിച്ചുവെന്ന് തന്നെയാണ് കണ്ടെത്തൽ. സുപ്രധാന ഫയലുകളൊന്നും നശിച്ചിട്ടില്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റി കമ്മീഷൻ A കൗശികനായിരുന്നു അന്വേഷണ തലവൻ. ഫയലുകളുടെ കണക്കെടുപ്പ് ഉൾപ്പെടെ മുഴുവൻ അന്വേഷണവും ക്യാമറയിൽ പകർത്തിയിരുന്നു. ഇതിന്റെ ഹാർഡ് ഡിസ്കും സർക്കാരിന് കൈമാറും. വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിക്കാതെ റെഡ് ക്രസന്റുമായി കരാർ ഒപ്പിട്ടതിനെ ചൊല്ലിയുള്ള വിവാദം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏറ്റുമുട്ടലിന് വഴിവെക്കുകയാണ്. മുൻകൂർ അനുമതി ആവശ്യമാണ് എന്ന കേന്ദ്രവും വിദേശ ഏജൻസിയുമായി കരാർ ഒപ്പിട്ടതിന് കേന്ദ്ര അനുമതി ആവശ്യമില്ല എന്ന സംസ്ഥാനവും നിലപാട് ആവർത്തിക്കുന്നു. സ്വതന്ത്ര ബന്ധത്തെ കൂടി ബാധിക്കുന്ന വിഷയമായതിനാൽ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എന്ത് നടപടിയെടുക്കുമെന്നും നിർണായകമാണ്.
വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിക്കാതെ ലൈഫ് ഫ്ലാറ്റ് നിർമ്മിക്കാൻ റെഡ് ക്രസൻറ്റുമായി കരാർ ഉൾപ്പെട്ടെന്ന ആരോപണത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതാണിത്. എന്നാൽ സംസ്ഥാനത്തിൻ്റെ നീക്കം അറിഞ്ഞില്ല എന്നതിന് പുറമെ ഇത്തരം കരാർ ഒപ്പിടാൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ മുൻകൂർ അനുമതി തന്നെ ആവശ്യമാണെന്നാണ് കേന്ദ്ര നിലപാട്. See, as I had informed earlier, the Kerala government did not take approval before signing this agreement with the Emirates Red Crescent Society. And you would know that foreign affairs, particularly entering into agreements with foreign countries, is a matter on the union list as per the constitution. So we are presently examining the matter from this perspective. ഏതെങ്കിലും വിദേശ സർക്കാരുമായിട്ട് കരാറിൽ ഏർപ്പെടുമ്പോഴേ ഇത്തരം നടപടിക്രമങ്ങളുടെ ആവശ്യമുള്ളൂ എന്നതാണ് സംസ്ഥാന സർക്കാർ നിലപാട്. റെഡ് ക്രസൻറ്റ് വിദേശ സംഘടന മാത്രമാണ്. ചുരുക്കത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിഷയത്തിലെ ഭിന്ന നിലപാട് ആവർത്തിക്കുകയാണ്. വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിക്കാതെയുള്ള സംസ്ഥാനത്തിൻ്റെ നീക്കം പരിശോധിക്കുകയാണെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. വിദേശകാര്യ ചട്ടം ലംഘിച്ചുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നടപടിയിൽ ഇടപെടാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട്. എന്നാൽ നയതന്ത്ര ബന്ധത്തെ തന്നെ ബാധിക്കുന്ന വിഷയമായതിനാൽ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ തുടർ നടപടി സ്വീകരിക്കുമോ എന്നതാണ് നിർണായകം. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 1 ലക്ഷത്തിലേക്ക് അടുക്കുന്നു. ഇന്നലെ 3349 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ ആകെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 99,266 മരണം 396 ഉയർന്നു. കോവിഡ് ബാധിതരായി 26,274 പേരാണ് ചികിത്സയിലുള്ളത്. ഇതുവരെ 72,576 പേർ രോഗമുക്തി നേടി. പോലീസ് ആസ്ഥാനത്ത് ഗൺമാന് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഡിജിപിയുടെ ഓഫീസ് ഉൾപ്പെടെ താൽക്കാലികമായി അടച്ചു. കോവിഡ് പ്രോട്ടോകോളും സുരക്ഷാ മാനദണ്ഡങ്ങളും ലംഘിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചാരണം നടത്തിയ ആൾക്കെതിരെ കേസെടുത്തു. പെരുമ്പാവൂർ സ്വദേശി മുഹമ്മദ് അഷറഫിനെതിരെയാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തത്. അഷറഫിന്റെ ഫേസ്ബുക്ക് അക്കൌണ്ടിലൂടെയാണ് മാസ്ക്, സാനിറ്റൈസർ എന്നിവ ഉപയോഗിക്കരുത് എന്നും പ്രോട്ടോകോൾ ലംഘിക്കണമെന്നും ആവശ്യപ്പെട്ട് പോസ്റ്റിട്ടത്. കേസിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് ACP കെ ലാൽജി പറഞ്ഞു. ഓക്സ്ഫോർഡ് കോവിഡ് വാക്സിൻ ഈ വർഷം അവസാനമോ അടുത്ത വർഷം ആദ്യമോ യാഥാർത്ഥ്യമാക്കുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല എന്ന് ആസ്ട്രാസെനക കമ്പനി. മരുന്ന് കുത്തിവച്ച വോളണ്ടിയർമാരിൽ ഒരാൾക്ക് അജ്ഞാത രോഗം കണ്ടെത്തിയതിനെ തുടർന്ന് ബുധനാഴ്ച പരീക്ഷണം താൽക്കാലികമായി നിർത്തിവച്ച സാഹചര്യത്തിലാണ് വിശദീകരണം. എന്നാൽ ക്ലിനിക്കൽ ട്രയൽ എന്ന് പുനരാരംഭിക്കുമെന്ന് കമ്പനി വ്യക്തമാക്കിയിട്ടില്ല. അതിനിടെ ലോകത്ത് കോവിഡ് ബാധിതർ 2.83 കോടിയും മരണം 9.13 ലക്ഷവും പിന്നിട്ടിരിക്കുകയാണ്. 24 മണിക്കൂറിനിടെ 3 ലക്ഷത്തിനടുത്ത ആളുകൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. യൂറോപ്പിലെ രണ്ടാം ഘട്ട രോഗവ്യാപനത്തിൽ ഫ്രാൻസിൽ സാഹചര്യം കൂടുതൽ മോശമാവുകയാണ്. രാജ്യത്തെ രോഗബാധിതരുടെ പ്രതിദിന എണ്ണം 10,000 കടന്നു. അതിർത്തി സംഘർഷത്തിന് അയവ് വരുത്താൻ ഇന്ത്യ ചൈന ധാരണ. അതിർത്തി കരാറുകൾ പാലിക്കാൻ ധാരണയായതായി ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാരുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവന വ്യക്തമാക്കുന്നു. പരസ്പര വിശ്വാസം വർദ്ധിപ്പിക്കുന്ന നടപടികൾ ഇരു രാജ്യങ്ങളും തുടരും. അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന നിലപാട് കൂടിക്കാഴ്ചയിൽ ഇന്ത്യ ആവർത്തിച്ചു. മോസ്കോയിൽ ഷാങ്ഹായി സഹകരണ ഉച്ചകോടിക്കിടെയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. അതിർത്തിയിലെ സംഘർഷങ്ങൾക്കിടെ ഇതാദ്യമായാണ് ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാർ നേരിട്ട് ചർച്ച നടത്തുന്നത്. സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ലഹരിമരുന്ന് കേസിൽ അറസ്റ്റിലായ നടി റിയ ചക്രബർത്തിയുടെ സഹോദരന്റെയും ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. മുംബൈ സെഷൻസ് കോടതിയാണ് വിധി പറയുക. കേസ് കെട്ടിച്ചമച്ചതാണ് എന്നും വീട്ടിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടെടുത്തിട്ടില്ല എന്നും റിയയുടെ അഭിഭാഷകൻ ഇന്നലെ വാദിച്ചിരുന്നു. ആദ്യത്തെ ജാമ്യാപേക്ഷ കോടതി തള്ളിയതിനെ തുടർന്നാണ് റിയ വീണ്ടും കോടതിയെ സമീപിച്ചത്. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട അതിശക്തമായ മഴ തുടരും. വടക്കൻ ജില്ലകളിലാകും കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യത. 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ മറ്റ് 6 ജില്ലകളിലും യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിച്ചേക്കും. 5 ദിവസം മഴ ശക്തമായി തുടരും. സംസ്ഥാനത്ത് മൺസൂൺ രണ്ടാം വരവിൽ ലഭിച്ചത് ശരാശരിക്ക് മുകളിൽ മഴ. കഴിഞ്ഞ 5 ദിവസത്തിൽ ശരാശരി 162 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. വരുന്ന 2 ആഴ്ചയും ശരാശരിക്ക് മുകളിൽ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. മൺസൂൺ രണ്ടാം വരവ് തകർത്തു പെയ്യുകയാണ്. തുടർച്ചയായ 5-ാം ദിവസവും കേരളത്തിൽ ശരാശരിക്ക് മുകളിൽ മഴ ലഭിച്ചു. കഴിഞ്ഞ 5 ദിവസം
ആകെ പെയ്തത് 162 മില്ലിമീറ്റർ മഴ. ജൂൺ 1 മുതൽ ഇന്നലെ വരെ ലഭിക്കേണ്ട മഴ 1877.2 മില്ലിമീറ്ററാണ്. ഇന്നലെ വരെ ലഭിച്ചത് 1823.8 മില്ലിമീറ്റർ മഴയും. ലഭിക്കേണ്ട മഴയുടെ കുറവ് 3% വടക്കൻ ജില്ലകളിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ആഴ്ച തിരിച്ചുള്ള പ്രവചനപ്രകാരം സെപ്റ്റംബർ 17 വരെയുള്ള ആദ്യ ആഴ്ചയിൽ 86 മില്ലിമീറ്റർ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. ശരാശരി ലഭിക്കേണ്ടതിനേക്കാൾ 122% കൂടുതലാണിത്. സെപ്റ്റംബർ 18 മുതൽ 24 വരെയുള്ള ആഴ്ചയിൽ 100 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും. ശരാശരി ലഭിക്കേണ്ടതിനേക്കാൾ 147% കൂടുതൽ. ഞായറാഴ്ച ആന്ധ്രാതീരത്ത് വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നും മുന്നറിയിപ്പുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് പന്തീരങ്കാവിൽ മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് UAPA ചുമത്തി അറസ്റ്റ് ചെയ്ത അലന്ത് ഷുഹൈബും താഹ ഫൈസലും ഇന്ന് ജയിൽ മോചിതരാകും. വിയൂർ അതിസുരക്ഷാ ജയിലിലാണ് ഇരുവരും ഇപ്പോൾ ഉള്ളത്. കൊച്ചി NIA കോടതി കർശന ഉപാധികളോടെ ഇരുവർക്കും ജാമ്യം അനുവദിച്ചിരുന്നു. അറസ്റ്റ് ചെയ്ത് 10 മാസവും 9 ദിവസവും പിന്നിട്ട ശേഷമാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇരുവരുടെയും പാസ്പോർട്ട് കോടതിയിൽ കെട്ടിവെക്കണം. ഇരുവരും എല്ലാ മാസവും ആദ്യ ശനിയാഴ്ചകളിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ഒപ്പിടണം തുടങ്ങിയവയാണ് നിർദ്ദേശം. അതേസമയം ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് NIA ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. കോതമംഗലം പള്ളി തർക്കം സംബന്ധിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. സുപ്രീംകോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ പള്ളിയിൽ പ്രവേശിക്കാൻ സർക്കാർ സംരക്ഷണം നൽകുന്നില്ല എന്നാരോപിച്ച് ഓർത്തഡോക്സ് വിഭാഗമാണ് കോടതിയെ സമീപിച്ചിട്ടുള്ളത്. വിധി നടപ്പാക്കാൻ പോലീസിന് കഴിയില്ല എങ്കിൽ കേന്ദ്രസേനയെ നിയോഗിക്കാൻ കഴിയുമോ എന്ന് കേന്ദ്ര സർക്കാരിനോട് കോടതി ചോദിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഇന്ന് നിലപാട് അറിയിക്കും. കോവിഡ് പശ്ചാത്തലത്തിൽ വിധി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരും കൂടുതൽ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. വിവാഹത്തിൽ നിന്നും വരൻ പിന്മാറിയതിനെ തുടർന്ന് കോട്ടയത്ത് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം ഊർജിതമായതോടെ പ്രതി ഹാരിസിന്റെ കുടുംബം ഒളിവിൽ. അതേസമയം വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത് ആരെന്ന് അറിയില്ല എന്നാണ് ജമാഅത്ത് കമ്മിറ്റി നിലപാട്. പോലീസ് അന്വേഷണം വ്യാപിച്ചതോടെ പ്രതി ഹാരിസിന്റെ കൊല്ലത്തെ കുടുംബവീട് അടഞ്ഞുകിടക്കുകയാണ്. ഹാരിസിന്റെ സഹോദര ഭാര്യയും സീരിയൽ നടിയുമായ ലക്ഷ്മി പ്രമോദ് കൊച്ചിയിലേക്ക് പോയതായാണ് സൂചന. യുവതിയെ ഗർഭഛിദ്രത്തിന് വിധേയയാക്കിയത് സീരിയൽ നടിയായിരുന്നു. റംസിയുടെ മാതാപിതാക്കൾ വിവാഹിതരായ സർട്ടിഫിക്കറ്റ് തിരുത്തിയാണ് യുവതിയെ ഗർഭഛിദ്രത്തിന് വിധേയയാക്കിയത്. റംസിയുടെ വീട്ടിൽ നിന്ന് പ്രതി ഹാരിസ് നിർബന്ധപൂർവ്വം സർട്ടിഫിക്കറ്റ് എടുപ്പിച്ചുവെന്നാണ് ആക്ഷേപം. എന്നാൽ സർട്ടിഫിക്കറ്റ് തിരുത്തിയത് പ്രതിയാണോ പെൺകുട്ടിയുടെ വീട്ടുകാരാണോ എന്ന് അറിയില്ലെന്ന് ജമാഅത്ത് ഭാരവാഹികൾ പറയുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കക്ഷികളല്ല. ഈ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം വന്നപ്പോഴാണ് സർട്ടിഫിക്കറ്റ് ഞാൻ കൊടുത്തിട്ടില്ല. സർട്ടിഫിക്കറ്റ് കൊടുത്തത് വാപ്പായ്ക്കും ഉമ്മാടെയും കല്യാണത്തിനാണ്. അപ്പോൾ ആ വാപ്പാടെ സ്ഥാനത്ത് ഇപ്പോഴത്തെ പുതിയ ഉമ്മാടെ സ്ഥാനത്ത് പുതിയ ഉണ്ടും എന്നേ അനുമാനിക്കാനുള്ളൂ. കേസിൽ സീരിയൽ നടിയെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ന്യൂസ് 18 കൊല്ലം. തിരുവനന്തപുരം തൊളിക്കോട് ഹൈസ്കൂൾ ജംഗ്ഷനിൽ അമിത വേഗതയിലെത്തിയ കാർ എതിർവശത്തുകൂടി വന്ന സ്കൂട്ടറിനെ ഇടിച്ചു തെറിപ്പിക്കുന്ന CCTV ദൃശ്യം ന്യൂസ് 18. വിതുരാഭാഗത്ത് നിന്നും വന്ന കാറാണ് ആനപ്പറ സ്വദേശികളായ അമ്മയും മകളും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ ഇടിച്ചു തെറിപ്പിച്ചത്. ഇന്നലെ വൈകിട്ടാണ് അപകടം. ഗുരുതരമായി പരിക്കേറ്റ അമ്മയും മകളും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അതേസമയം കാറിലുണ്ടായിരുന്ന ഡ്രൈവർ മദ്യപിച്ച് അമിത വേഗതയിൽ വാഹനമോടിച്ചതാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്ന് പോലീസ് വ്യക്തമാക്കി. എറണാകുളം മഞ്ഞുമലയിൽ 14-കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ ഒരാൾ കൂടി പിടിയിലായി. ഉത്തർപ്രദേശ് സ്വദേശി ഹാരൂൺ ഖാനാണ് അറസ്റ്റിലായത്. ഹിമാചൽ പ്രദേശിലെ സോളാർ എന്ന സ്ഥലത്തു നിന്നുമാണ് ഹാരൂൺ ഖാനെ അറസ്റ്റ് ചെയ്തത്. ടവർ ലൊക്കേഷൻ പിന്തുടർന്നാണ് ഏലൂർ പോലീസ് സോളനിൽ എത്തിയത്. പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും പിന്നാലെ എത്തി പിടികൂടുകയായിരുന്നു. ഇനി 2 അതിഥി തൊഴിലാളികൾ കൂടി അറസ്റ്റിലാകാനുണ്ട്. ഇതോടെ കേസിൽ പിടിയിലായ അതിഥി തൊഴിലാളികളുടെ എണ്ണം 4 ആയി. പാലക്കാടിന് പിന്നാലെ കോഴിക്കോടുള്ള ചിന്മയ സ്കൂളിലും ഓൺലൈൻ പഠനത്തിനുള്ള സ്പെഷ്യൽ ഫീസിന്റെ പേരിൽ വിദ്യാർത്ഥികൾക്ക് പീഡനം. തൊണ്ടയാടുള്ള ചിന്മയ സ്കൂളിലെ നിരവധി കുട്ടികളുടെ റെക്കോർഡ് ബുക്ക് സ്പെഷ്യൽ ഫീസ് അടയ്ക്കാത്തതിനെ തുടർന്ന് സ്കൂൾ മാനേജ്മെന്റ് തടഞ്ഞുവച്ചിരിക്കുകയാണ്. സ്കൂളിന്റെ നടപടിക്കെതിരെ രക്ഷിതാക്കൾ വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർക്ക് പരാതി നൽകി. ചിന്മയ മിഷന്റെ കീഴിലുള്ള കോഴിക്കോട് തൊണ്ടയാടുള്ള സ്കൂളിലാണ് സ്പെഷ്യൽ ഫീസിന്റെ പേരിൽ റെക്കോർഡ് ബുക്ക് നൽകാതെ പിടിച്ചുവെച്ചത്. ഓൺലൈൻ പഠനത്തിനാണ് സ്പെഷ്യൽ ഫീസ് ഈടാക്കുന്നത്. കോഴിക്കോട് ചേവായൂരുള്ള +1 വിദ്യാർത്ഥിയുടെ രക്ഷിതാവിനോട് സ്കൂൾ അധികൃതർ ആവശ്യപ്പെട്ടത് സ്പെഷ്യൽ ഫീസ് ഉൾപ്പെടെ 15,000 രൂപ. സ്പെഷ്യൽ ഫീസ് അടയ്ക്കാത്തതിനാൽ വിദ്യാർത്ഥിയുടെ റെക്കോർഡ് ബുക്ക് തടഞ്ഞുവെച്ചതായി രക്ഷിതാവ് പറഞ്ഞു. 4 ദിവസം മുമ്പേ ഭാര്യ വീണ്ടും വിളിച്ചിട്ട് പറയുന്നു, കുട്ടിയുടെ റെക്കോർഡ് ബുക്ക് വന്ന് കളക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ബുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി അവിടെ പോയ സമയത്താണ് ഭാര്യയോട് പറയുന്നത്,
ഈ കഴിഞ്ഞ ഇതിൻ്റെ 9,000 ബാലൻസ് ആയിട്ടുള്ള പൈസയും പിന്നെ മന്ത്ലി ഫീസും പ്ലസ് എന്തൊരു സ്പെഷ്യൽ ഫീസും എല്ലാം ചേർത്ത് 15,000 രൂപയോളം ഈ ആഴ്ചക്കുള്ളിൽ തന്നെ അടച്ചാൽ മാത്രമേ ഈ ബുക്ക് തരുള്ളൂ, ഈ റെക്കോർഡ് ബുക്ക്. ഇത്തരത്തിൽ കോഴിക്കോട് മാത്രം നിരവധി കുട്ടികളുടെ റെക്കോർഡ് ബുക്കുകൾ സ്കൂൾ അധികൃതർ തടഞ്ഞുവെച്ചതായി രക്ഷിതാക്കൾ പറയുന്നു. എന്നാൽ സംഭവത്തെക്കുറിച്ച് അറിയില്ലെന്നാണ് പ്രധാന അധ്യാപികയുടെ വിശദീകരണം. ഇല്ല അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. റെക്കോർഡ് പിടിച്ചു വെക്ക്. റെക്കോർഡ് ഇല്ലല്ലോ. റെക്കോർഡ് സ്റ്റോറിൽ നിന്ന് അവരോട് വാങ്ങാനേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഉള്ളതായിട്ട് എനിക്ക് അറിയുന്നില്ല കേട്ടോ. സ്പെഷ്യൽ ഫീസ് ആവശ്യപ്പെട്ട് സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളുടെ റെക്കോർഡ് ബുക്ക് തടഞ്ഞുവെച്ചെന്ന് ചൂണ്ടിക്കാട്ടി രക്ഷിതാക്കൾ വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർക്ക് പരാതി നൽകി. കോവിഡ് കാലത്ത് വലിയ പ്രതിസന്ധിയിലും പ്രയാസത്തിലുമാണ് മനുഷ്യർ. ഇതിനിടയിലാണ് സ്പെഷ്യൽ ഫീസ് എന്ന പേരിൽ സ്കൂൾ അധികൃതരുടെ പകൽക്കൊള്ള. സർക്കാരിന്റെ അതിവേഗ ഇടപെടലാണ് ഇക്കാര്യത്തിൽ അനിവാര്യം. ക്യാമറാമാൻ വിനോദ് കുമാറിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. കൊച്ചി നഗരം മധ്യത്തിലെ മംഗളവനം പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിക്കുന്നതിനുള്ള കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. നിർദ്ദിഷ്ട വിജ്ഞാപനത്തിലൂടെ വനം നിലനിൽക്കുന്ന പ്രദേശം സംരക്ഷിക്കപ്പെടുമെങ്കിലും ആവാസ വ്യവസ്ഥയ്ക്ക് കാര്യമായ നേട്ടം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിലൂടെ ഉണ്ടാവില്ല എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കരട് വിജ്ഞാപനമനുസരിച്ച് മംഗളവനം പക്ഷി സങ്കേതത്തിന് ചുറ്റുമുള്ള 0.53 ഹെക്ടർ സ്ഥലമാവും പരിസ്ഥിതി ലോല മേഖലയുടെ പരിധിയിൽ വരിക. മംഗളവനത്തിന്റെ വടക്കുഭാഗത്ത് 1 കിലോമീറ്റർ ദൂരത്തും തെക്കുകിഴക്ക് ഭാഗത്ത് 219 മീറ്ററിലുമാണ് നിയന്ത്രണങ്ങൾ ഉണ്ടാവുക. ഹൈക്കോടതിയുടെയും CMFFRAയുടെയും കെട്ടിടങ്ങൾ നിലനിൽക്കുന്നതിനാൽ തെക്കു പടിഞ്ഞാറ് ഭാഗം പരിസ്ഥിതി ലോല മേഖലയിൽ ഉൾപ്പെടില്ല. വിജ്ഞാപനത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന ഇടങ്ങളിൽ വാണിജ്യ വ്യവസായ ആവശ്യങ്ങൾക്കുള്ള നിർമ്മാണങ്ങൾക്ക് നിയന്ത്രണമുണ്ടാവും. വനഭൂമിയിലെയും സ്വകാര്യ ഭൂമിയിലെയും മരങ്ങൾ വെട്ടിനീക്കുന്നതിന് അനുമതി വാങ്ങണം. കരട് വിജ്ഞാപനത്തിലെ നിർദ്ദേശങ്ങൾ മംഗളവനം അതേപടിയിൽ സംരക്ഷിക്കുന്നതിന് സഹായകരമാണെങ്കിലും ഈ മേഖലയുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നതിൽ പര്യാപ്തമല്ലെന്നാണ് വിമർശനം. മംഗളവനം എന്ന പേരിൽ നമ്മളിപ്പോൾ കാണുന്ന ആ പ്രദേശം തീർച്ചയായിട്ടും വനമായി സംരക്ഷിക്കപ്പെടും. അത് നേരത്തെ തന്നെ വന്യജീവി സങ്കേതമായതുകൊണ്ട് അതിനകത്ത് നിയന്ത്രണങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ട്. മംഗളവനത്തിന് പുറത്തുള്ള ആക്ടിവിറ്റീസ് മംഗളവനത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? അവിടെയാണ് നമുക്കൊരു സുരക്ഷാ കവചം ഇക്കോ സെൻസിറ്റീവ് സോണായിട്ട് വരേണ്ടത്. ഹൈക്കോടതിയോട് ചേർന്ന് 274 ഏക്കർ വിസ്തൃതിയിലായി പരന്നുകിടക്കുന്ന മംഗളവനം കണ്ടൽ കാടുകളാൽ സമൃദ്ധമായ തണ്ണീർത്തടമാണ്. നൂറുകണക്കിന് ദേശാടന പക്ഷികൾ ഇവിടെ ചേക്കേറാൻ എത്തിയിരുന്നെങ്കിലും വവ്വാലുകളും വിരലിലെണ്ണാവുന്ന പക്ഷികളുമാണ് ഇപ്പോഴുള്ളത്. പുതിയ നിയന്ത്രണങ്ങളിലൂടെ കൂടുതൽ പക്ഷികളെ ഇവിടേക്ക് ആകർഷിക്കപ്പെടാനാവുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 കൊച്ചി. കോവിഡ് പ്രതിരോധത്തിനായി ദേശീയ ആരോഗ്യ മിഷൻ തയ്യാറാക്കിയ വീഡിയോയ്ക്കെതിരെ ആരോഗ്യവകുപ്പിലെ വിദഗ്ധ സംഘടനകളുടെ പരാതി. വീഡിയോയിൽ സർക്കാർ ഡോക്ടർമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, നഴ്സുമാർ എന്നിവരെ അവഗണിച്ചുവെന്നാണ് ആക്ഷേപം. നമ്മുടെ കൊച്ചു കേരളത്തിന്റെ ചെറുത്തുനിൽപ്പ് ലോകശ്രദ്ധയും അംഗീകാരവും നേടുകയുണ്ടായി. ഈ നേട്ടത്തിന് പിന്നിൽ വളരെ ചിട്ടയോടെ സംഘടിതമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിന്റെ പിന്തുണയുണ്ട് എന്നുള്ളത് അധികമാരും, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, അറിയാത്ത സത്യമാണ്. കൊറോണ സേഫ് കമ്മ്യൂണിറ്റി റെസ്പോൺസ് നെറ്റ്വർക്ക് കോഴ്സിന് ദേശീയ ആരോഗ്യ മിഷൻ തയ്യാറാക്കിയ വീഡിയോയ്ക്കെതിരെയാണ് പ്രതിഷേധം. ആശ, അങ്കണവാടി വർക്കർമാരും കുടുംബശ്രീ ADSും വാർഡ് അംഗങ്ങളും മാത്രമാണ് വീഡിയോയിലുള്ളത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മുൻനിരയിലുള്ള ഡോക്ടർമാർ, നഴ്സുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർമാർ എന്നിവരെ കുറിച്ച് വീഡിയോയിൽ പ്രതിപാദിച്ചിട്ടില്ല. ഇതിനെതിരെയാണ് സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ KGMOA എറണാകുളം ജില്ലാ കമ്മിറ്റി DMOയ്ക്ക് രേഖാമൂലം പരാതി നൽകിയത്. താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ അപമാനിക്കുന്നതും അവരുടെ മനോവീര്യം തകർക്കുന്നതുമായ നടപടിയാണിതെന്നാണ് ഡോക്ടർമാരുടെ പരാതി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സ്വയം നിയന്ത്രണമേറ്റെടുക്കുന്ന സമാന്തര ഏജൻസിയായി NHM പ്രവർത്തിക്കുന്നുവെന്നാണ് കേരള ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് യൂണിയന്റെ ആക്ഷേപം. ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ വീഡിയോ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മനോവിഷമമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായി DPM അറിയിച്ചു. കോഴ്സിന്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ കൂടി ഉൾപ്പെടുത്തുമെന്നും DPM അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി.
ജനശതാബ്ദി ട്രെയിനുകൾ നിർത്താനുള്ള റെയിൽവേയുടെ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തം. ആളില്ല എന്ന കാരണം പറഞ്ഞ് ട്രെയിൻ നിർത്താനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ഗതാഗത മന്ത്രി എ.കെ. ശശീന്ദ്രൻ ആവശ്യപ്പെട്ടു. എം.കെ. രാഘവൻ എംപിയുടെ നേതൃത്വത്തിൽ എംപിമാർ കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കണ്ട് ട്രെയിൻ റദ്ദാക്കരുത് എന്ന് ആവശ്യപ്പെട്ടു. യാത്രക്കാരുടെ എണ്ണത്തിലെ നേരിയ കുറവ് ചൂണ്ടിക്കാട്ടി നാളെ മുതൽ ജനശതാബ്ദി ട്രെയിനുകൾ നിർത്താനാണ് റെയിൽവേയുടെ തീരുമാനം. ഇതോടെ മലബാറിനെ തിരുവനന്തപുരവുമായി ബന്ധിപ്പിച്ചിരുന്ന പ്രധാന യാത്രാമാർഗം ഇല്ലാതാവും. ട്രെയിനുകൾ റദ്ദാക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് എംപിമാരായ എം.കെ. രാഘവനും ബിനോയ് വിശ്വവും കേന്ദ്ര റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയലിനും റെയിൽവേ ബോർഡ് ചെയർമാനും കത്തയച്ചു. എംപിമാർ മന്ത്രിയെ നേരിട്ട് കണ്ട് ട്രെയിൻ റദ്ദാക്കരുതെന്ന് ആവശ്യപ്പെടും. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ യാത്രക്കാർ കുറയുന്ന എല്ലാവർക്കും അറിയാലോ, ആർക്കറിയാത്ത ആരാ പുറത്തിറങ്ങുന്നുള്ളത്. ഇത് വന്നതോടുകൂടി ഉദ്യോഗസ്ഥന്മാർ വല്ലാതെ കഷ്ടപ്പെടുകയാണ്, യാത്രക്കാർ കഷ്ടപ്പെടുകയാണ്. ഇത് ഏറ്റവും സൗകര്യമുള്ള 2 ട്രെയിനുകളാണ്. ഏതായാലും അത് പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യുന്ന എൻ്റെ വിശ്വാസം. അതിനുവേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തി വരികയാണ്. എല്ലാവരുടെയും സഹകരണം തേടിക്കൊണ്ട് തന്നെ ഗവൺമെന്റിന് മന്ത്രിയെ അപ്രോച്ച് ചെയ്യും. അത് പുനഃസ്ഥാപിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. 25% യാത്രക്കാരില്ലാത്ത ട്രെയിനുകൾ റദ്ദാക്കാനാണ് റെയിൽവേയുടെ തീരുമാനം. ക്യാൻസർ രോഗികൾ ഉൾപ്പെടെ തിരുവനന്തപുരത്തേക്ക് ചികിത്സയ്ക്ക് പോകുന്ന സാധാരണക്കാരായ യാത്രക്കാർക്ക് ഇത് തിരിച്ചടിയാവും. പിന്നെ കേന്ദ്ര സർക്കാരിനോടും സദേൺ റെയിൽവേയോടും ഈ കാര്യത്തിൽ കേരളത്തിന് അനുകൂലമായ നിലപാടെടുക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അഭ്യർത്ഥന രേഖാമൂലം തന്നെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കോവിഡ് പശ്ചാത്തലത്തിൽ റെയിൽവേ നടപ്പാക്കിയ ചില പരിഷ്കരണങ്ങളും നിബന്ധനകളുമാണ് യാത്രക്കാരുടെ എണ്ണത്തിലെ കുറവിന് കാരണമായതെന്നും വാദമുണ്ട്. അതായത് റെയിൽവേയുടെ നിബന്ധനകളാണ് 4 മണിക്കൂർ മുമ്പ് എത്തണം റെയിൽവേ സ്റ്റേഷനിൽ, പിന്നീട് 2 മണിക്കൂറായി, ടിക്കറ്റ് കൗണ്ടറില്ല, നേരത്തെ ബുക്ക് ചെയ്യണം. അങ്ങനെയുള്ള പല സാങ്കേതിക തടസ്സം കൊണ്ടാണ് യാത്രക്കാർ കുറഞ്ഞിരിക്കുന്നത്. ശതാബ്ദി ട്രെയിനുകൾ റദ്ദാക്കിയാൽ പിന്നെ ഒരു ട്രെയിൻ മാത്രമാവും മലബാറിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഉണ്ടാവുക. ന്യൂസ് 18 കോഴിക്കോട്. പിട്ടാപ്പള്ളിയിൽ ഏജൻസിയിൽ നിന്നും ഗോദ്രേജ് ഉൽപ്പന്നങ്ങൾ വാങ്ങിയ ഉപഭോക്താക്കൾക്കായി നടത്തിയ നറുക്കെടുപ്പ് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. 1 ലക്ഷം രൂപയുടെ സ്വർണമാണ് ഒന്നാം സമ്മാനമായി നൽകിയത്. പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ, പിട്ടാപ്പള്ളിയിൽ ഗോദ്രേജ് റീജിയണൽ മാനേജർ റിജോ കുരുവിള എന്നിവർ ചേർന്നാണ് സമ്മാനങ്ങൾ വിതരണം ചെയ്തത്. ചടങ്ങിൽ ഗോദ്രേജ് അപ്ലയൻസിന്റെ കോവിഡ് വൈറസ് അണുനശീകരിക്കുന്നതിനുള്ള വൈറോ ഷീൽഡ് എന്ന പുതിയ ഉൽപ്പന്നവും പുറത്തിറക്കി. കഴിഞ്ഞ 30 വർഷവും പിട്ടാപ്പള്ളി ഏജൻസീസ് വിവിധങ്ങളായ ഓഫർ വഴി ധാരാളം ലക്ഷോപലക്ഷം സംതൃപ്തരായ കസ്റ്റമറെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കസ്റ്റമറാണ് ഞങ്ങളുടെ ഊർജം, ഈ കസ്റ്റമറാണ് ഞങ്ങളുടെ ശക്തി. കൊറോണ കഴിഞ്ഞാലും ഞങ്ങളുണ്ടാവും, ഞങ്ങളോടൊപ്പം ഞങ്ങൾ കസ്റ്റമേഴ്സും ഉണ്ടാവും, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. നല്ല വിലക്കുറവും ആകർഷമായ സമ്മാനങ്ങളും തവണ വ്യവസ്ഥ സ്കീമുകളും ഇപ്പോഴും നടക്കുന്നുണ്ട്. ഓണത്തിൻ്റെ എല്ലാ ഓഫറുകളും ഈ മാസം മുഴുവനും ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും. കോവിഡ് കാലത്ത് നമ്മളെല്ലാവർക്കും യാത്രകൾ അന്യമാവുകയാണ്. വിനോദസഞ്ചാര മേഖലകളിലെ നയനമനോഹരങ്ങളായ കാഴ്ചകൾ ഇന്ന് സ്വപ്നങ്ങൾ മാത്രമാണ്. എന്നാൽ അനന്തപുരിയുടെ സുന്ദര കാഴ്ചകൾ സമ്മാനിക്കുന്ന തിരുവനന്തപുരം മടവൂർ പാറയിലേക്ക് പ്രേക്ഷകരെ കൊണ്ടുപോവുകയാണ് ന്യൂസ് 18. ഈ ദൃശ്യങ്ങളോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 15 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മടവൂർ പാറയിലെത്താം. വീശിയടിക്കുന്ന കുളിർക്കാറ്റിനൊപ്പം അറബിക്കടലിന്റെ മനോഹാരിത വരെ ഇവിടെ ആസ്വദിക്കാം. മുള കൊണ്ടുള്ള നടപ്പാലങ്ങളും കുടിലുകളും തണലൊരുക്കുന്ന ഓലപ്പുരകളും കൗതുകങ്ങളാകുന്നു. ഒപ്പം പാറക്കെട്ടുകളിലെ നീരുറവകൾ സന്ദർശകർക്ക് പ്രത്യേക അനുഭൂതിയും നൽകുന്നു. വൈകുന്നേരങ്ങളിൽ ഇവിടെ സൺസെറ്റ് വരെ കാണാൻ കഴിയുന്നൊരു സ്ഥിതിയുണ്ട്. ഈ പാറയുടെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ ബഹുഭൂരിപക്ഷ ഭാഗങ്ങളും, പ്രത്യേകിച്ച് കഴക്കൂട്ടം മുതൽ അങ്ങോട്ടുള്ള എല്ലാ ഭാഗങ്ങളും ഒരു നല്ല വ്യൂ ആണ്. അത് മാത്രവുമല്ല, ഇവിടെ അതിപുരാതനമായ ഒരു ഗുഹാക്ഷേത്രം ഇതിൻ്റെ ഭാഗമായി ഈ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ തന്നെയുണ്ട്. ചരിത്രവും ഐതിഹ്യവും പേറുന്ന മടവൂർ പാറയുടെ മണ്ണിൽ
വിനോദസഞ്ചാര മേഖലയുടെ എല്ലാ സാധ്യതകളും ആരായുകയാണ് സർക്കാർ. പ്രകൃതി രമണീയമായ കാഴ്ചകൾക്കൊപ്പം പരിപാടികൾ ആസ്വദിക്കാൻ ഓപ്പൺ ഓഡിറ്റോറിയവും വിശ്രമ കേന്ദ്രങ്ങളും ഭക്ഷണശാലയും ഒരുങ്ങിക്കഴിഞ്ഞു. കോവിഡ് കാലത്ത് ഇവിടേക്ക് വരാൻ കഴിയാത്തതിൻ്റെയും ഈ കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയാത്തതിൻ്റെയും നിരാശകൾ വേണ്ട. ഈ കാലം കഴിഞ്ഞാൽ നിങ്ങളെ വിസ്മയിപ്പിക്കാൻ ഒരുങ്ങുകയാണ് മടവൂർപ്പാറ. മടവൂർപ്പാറയിൽ നിന്നും ഹരിവിതുരയ്ക്കൊപ്പം SS ചരൺ, ന്യൂസ് 18.